ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ഒരു ഫലൂദ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത്. അതും ഹോം മെയ്ഡ് ഫലൂദ മിക്സ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, കുറഞ്ഞ ചേരുവ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണിത്. ഇതിന് വേണ്ടി ഞാനിവിടെ സേമിയ എടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തിന്നായിട്ടുള്ള സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നല്ല ഗോൾഡ് കളർ ആവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഈ സമയം തന്നെ ഞാൻ മറ്റേ അടുപ്പിൽ 4 കപ്പ് പാൽ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഇപ്പോൾ ചൂടാവുന്നുണ്ട് പാല്, നന്നായിട്ട് തിളച്ച് വരണം. പാലും വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ തിളച്ച് തൂവാൻ സാധ്യതയുണ്ട്. നല്ലപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് വെച്ചിരിക്കുന്ന സേമികയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നോമ്പ് നോറ്റ് ക്ഷീണിച്ച മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ഐറ്റമാണിത്. പാലും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി മീഡിയം തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പോയാൽ പാൽ തിളച്ച് തൂവാൻ സാധ്യതയുണ്ട്. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം. ഇപ്പോൾ മൂടി വെച്ചു. ഇനി ഒരു 7 മിനിറ്റ് ലോ ടു മീഡിയം തീയിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ സേമിയ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ 1/4 കപ്പ് പാൽപ്പൊടി കുറച്ച് പാലിൽ കലക്കിയതോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാൽപ്പൊടി അല്പം പാലിലൊന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലേവറാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് സ്ട്രോബെറിയുടെ കസ്റ്റേർഡ് പൗഡറാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടിയൊന്നും ഇല്ലാതെ രീതിയിൽ ഒന്ന് കലക്കിയെടുത്തു. അപ്പോൾ ആദ്യം സേമിയ വേവിക്കുന്ന സമയം 4 കപ്പ് പാലാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഒരു 1/2 കപ്പ്, അത് പാൽപ്പൊടി കലക്കാനും കസ്റ്റേർഡ് പൗഡർ കലക്കാനും വേണ്ടിയാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി കലക്കിയതിന് ശേഷം ഈ വെന്ത് വന്ന സേമിയ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അല്പാൽപ്പം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയം പെട്ടെന്ന് തന്നെ കട്ടിയായി വരും. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി മീഡിയം മധുരം മതിയെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തത്. കസ്റ്റേർഡ് പൗഡറൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കുക്കാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തു. ഇപ്പോൾ നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി